പുതിയ പുതിയ ഇപ്പോൾ തോട്ട്സും. വേണുചേട്ടൻ മരിച്ചു, ഗോപി ചേട്ടൻ മരിച്ചു, അങ്ങനെ എത്രയോ പേര് ആ കാറ്റഗറി, തിലകൻ ചേട്ടൻ മരിച്ചു. മുരളി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തെ മുരളി ചേട്ടൻ, ഇങ്ങനെയുള്ളവർക്ക് ഒന്നും ആ ഒരു സെക്ഷൻ കഥയെ ഉണ്ടാക്കാൻ പറ്റാതായി. ഇപ്പം നമുക്കുള്ള ഒരു 6 നടന്മാരുണ്ടെങ്കിൽ 10 ആ 10 പേർക്ക് വേണ്ടി മാത്രമുള്ള കഥകൾ ഒന്നിനും കുറേ ഒന്നായിട്ട് വേറെ രീതിയിൽ മറിച്ച് തിരിച്ചിട്ട് വരിക. അപ്പോൾ ഒരു പുതിയത് കണ്ടന്റ് വന്നു നോക്കി നമ്മുടെ ഇവിടെ, അത് കയറി എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാൻ പറ്റില്ല, എൻ്റെ ഒരു തോന്നൽ, അത് ശരിയോ തെറ്റോ. പിന്നെ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് സംസാരങ്ങൾ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ, പവർഫുള്ളായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ പഴയ സിനിമകളിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്രയും നമുക്ക് എന്താ പറയുക, സമത്വമില്ല അല്ലെങ്കിൽ വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അത് എപ്പോഴും ഉണ്ട്. ഈ ഹീറോ വെച്ചിട്ടല്ലേ നമ്മുടെ ഒരു ബിസിനസ് ഉള്ളൂ. ഒരു ഹീറോയിനെ വെച്ചൊന്നും ഇനി നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ബിസിനസ് അന്നും അങ്ങനെയില്ല. ഒരു ഹീറോയിൻ വെച്ചുകൊണ്ട് ഓടി, അല്ലെ ഷീലാമ്മയെ വെച്ചുകൊണ്ടൊന്ന് ഓടി, അന്നത് നസീർ സാർ അങ്ങനൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി അങ്ങനെ നടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ അന്നബെന്റെ പാർവതിയുടെ പടങ്ങളും മഞ്ജു വാര്യരുടെ കുറച്ചുകൂടെ ഉണ്ടെന്ന് വേണേൽ പറയാം. എന്നാലും ഇവിടെ ഒരു ബിസിനസ് ആംഗിളിലോ ഒരു മനുഷ്യൻ പിന്നെ ഒരു ടിക്കറ്റ് പൈസ മുടക്കി ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ നായികയെ കണ്ടിട്ടല്ല, അതങ്ങനെയാണ്. അതിനകത്തെ ഹീറോ നമുക്കുണ്ടോ, ലാലുണ്ടോ, അല്ലേ, അങ്ങനെ നോക്കിയിട്ടാണ് ഫഹദുണ്ടോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് ഉള്ളൂ. അത് അന്നും ഇന്നും ഉള്ള ഒരു ഇതാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ക്യാരക്ടർ കുറഞ്ഞു പോകും. പക്ഷെ എൻ്റെയൊക്കെ സിനിമയിലെല്ലാം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ ഇപ്പോഴും ഇമ്പോർട്ടൻ്റാണ്.